എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 67-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. തന്നോടെന്തോ പറയാൻ വന്നവർ ആരോ ഉണ്ടെന്നാണ് കിച്ചു മനസ്സിലാക്കിയത്. എത്ര ആളുണ്ട് എന്ന് പോലും അപ്പോൾ അവനറിയില്ലായിരുന്നു. അച്ഛനങ്ങോട്ട് വിളിച്ചതല്ലേ, ഏതായാലും അങ്ങോട്ട് ചെല്ലാം. അവൻ മെല്ലെ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ കൂടെ ആകെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രണ്ടുപേരും കൂടിയാണോ ഇത്രയും സമയം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയാണെങ്കിൽ മിക്കവാറും അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ആയിരിക്കും. ഇത് എൻ്റെ അനുജനാണ്, പേര് കുര്യാക്കോസ്. ഇതിനു മുമ്പ് 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് നീ ഇവിടെ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇവന് വലിയ തിരക്കായതുകൊണ്ട് ഇങ്ങോട്ട് വരവ് കുറവായിരുന്നു. ഇപ്പോഴാണെങ്കിലും വേറൊരു വഴി പോയിട്ട് മടങ്ങി വന്ന വഴിക്ക് കയറിയതാണ്. പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോൾ കൈകൂപ്പി ബഹുമാനം പ്രകടിപ്പിക്കണം എന്നാണ് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ അത് കൃത്യമായി പാലിച്ചു. ഈ ശീലങ്ങളൊക്കെ മിക്കവാറും കൊച്ചേട്ടൻ്റെ നിർബന്ധത്തിന് ഇവൻ പാലിക്കുന്നതായിരിക്കും അല്ലേ? സത്യം പറ മോനെ, അച്ഛനല്ലേ നിന്നെ അങ്ങനെ പഠിപ്പിച്ചത്? അച്ഛൻ തന്നെ പഠിപ്പിച്ചതായതുകൊണ്ട് അവൻ അതേ എന്ന് പറഞ്ഞു. നല്ല ശീലങ്ങൾ ആര് പഠിപ്പിച്ചതാണെങ്കിലെന്താ, അത് നല്ലത് തന്നെയല്ലേ? അല്പം വിനയമുള്ളത് എപ്പോഴും നല്ലതാണ്. ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതവുമാണ്. അല്ലാതെ അച്ഛന്മാരെ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്ന അമിത വിനയമല്ല ഇവിടെ വേണ്ടത്. എല്ലാവരെയും ബഹുമാനിക്കുന്ന വിശാല മനസ്ഥിതിയുള്ളത് നല്ലത് തന്നെയാണ്. അതാണ് ഞാൻ ഇവനെ പഠിപ്പിച്ചത്. അച്ഛനെ ഇളയവരെല്ലാം വീട്ടിൽ വിളിക്കുന്നത് കൊച്ചേട്ടൻ എന്നാണ്. കൊച്ചേട്ടനെപ്പോലുള്ള ഒരാളുടെ നിയന്ത്രണത്തിൽ വളരണം. അങ്ങനെയായാൽ നല്ല നല്ല ശീലങ്ങളും പെരുമാറ്റ രീതികളും സംസാര രീതികളും എല്ലാം പഠിക്കും. താനാണെങ്കിലും സംസാരത്തിൽ യാതൊരു നിയന്ത്രണവും പാലിക്കാത്തവനായിരുന്നില്ലേ? തന്നോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളെ സംസാരിക്കാൻ അനുവദിക്കുക പോലും ചെയ്യില്ലായിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പറയും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണമെങ്കിൽ മറ്റുള്ളവൻ സംസാരിക്കട്ടെ എന്നൊരു ചിന്താഗതിയായിരുന്നു അന്നൊക്കെ തനിക്കുണ്ടായിരുന്നത്. തൻ്റെ ചിന്താഗതിയെയും സംസാര രീതിയെയും പാടെ മാറ്റിമറിച്ചത് കൊച്ചേട്ടനാണ്. ഒരു തവണ സെമിനാരിയിൽ നിന്ന് വന്നപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. അത്രയും കാലം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു തന്നു. അന്നത്തെ ആ അറിവാണ് പിന്നീട് തൻ്റെ ജീവിത വിജയത്തിന് അടിസ്ഥാനമായത്. ഇപ്പോൾ താനുമായി സംസാരിക്കുന്ന ആർക്കും മുഷിയാറില്ല. അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് അവരെ ആവശ്യത്തിന് സംസാരിക്കാൻ അനുവദിക്കും. അതിനുശേഷം മാത്രം തൻ്റെ ആശയം വിശദമാക്കുന്ന ഒരു സംസാര രീതിയാണ് തനിക്കിപ്പോൾ ഉള്ളത്. അത് പഠിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ താൻ ഇന്നത്തെ പ്രൊഫഷനിൽ ശോഭിക്കുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. കൊച്ചേട്ടൻ പഠിപ്പിച്ചതാണെങ്കിലും താനിപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഈ സംസാര രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തിരിക്കുന്നു. അവിടെ നിന്നൊക്കെ അഭിനന്ദനങ്ങൾ വാങ്ങിച്ചത് താനാണ്. കൊച്ചേട്ടൻ ആ വിവരം അറിഞ്ഞിട്ട് പോലുമില്ല. അറിയണമെന്ന് അദ്ദേഹത്തിനൊരാഗ്രഹം ഇല്ല താനും. എന്നോടെന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ചായ കുടിക്കാനുള്ള സമയമായില്ലേ? നീ റിസൾട്ട് അറിയാൻ പോയിട്ട് വന്നതാണെങ്കിലും വന്നിട്ട് ഇത്ര നേരമായിട്ട് റിസൾട്ട് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടിട്ട് കുറേ നാളായിരുന്നു. അതിൻ്റെ സന്തോഷമാണ് രണ്ടുപേരുടെയും മനസ്സിൽ നിറയെ. നീ പോയിട്ടെങ്ങനെ? റിസൾട്ട് എത്ര ശതമാനമുണ്ട്? 98% ആകെയുള്ളത് അറിയാൻ കഴിഞ്ഞു. ഓരോരോ വിഷയങ്ങളുടെ വേറെ വേറെ മാർക്കുള്ളത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ മിക്കവാറും കിട്ടുകയുള്ളൂ. നീ കയറി വന്നപ്പോൾ ഞങ്ങൾ നിൻ്റെ കാര്യം തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുര്യാക്കോസ് ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ്.
എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെ എന്ന് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ജോലി. അതുകൊണ്ട് നമ്മൾ ആരെക്കാളും കൂടുതൽ വരുംകാലത്തേക്ക് വേണ്ട ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതെന്ന് പറഞ്ഞു തരാൻ ഇവന് കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിക്കാൻ പറ്റുന്നതുകൂടി ആകണമല്ലോ അച്ഛാ. അതിന് പറ്റിയത് തന്നെയാണ് അവൻ കണ്ടുപിടിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും. നിനക്ക് മാത്രമല്ല, സ്നേഹയ്ക്കും അനുവിനും കൂടി ഉചിതമായ കോഴ്സുകൾ ഇവൻ ഇപ്പോൾ പറഞ്ഞു തരും. നിനക്ക് നല്ലത് ഏത് എന്ന് ആദ്യം പറയട്ടെ. അവർ രണ്ടുപേരും കൂടി സംസാരിക്കാൻ വേണ്ടി അച്ഛൻ തൽക്കാലം അവിടെ നിന്നും വലിഞ്ഞു. കുര്യാക്കോസ് കിച്ചുവിനോട് ചോദിച്ചു. പ്രത്യേകമായി ഏതെങ്കിലും കോഴ്സ് പഠിക്കണമെന്ന് താല്പര്യം കിച്ചുവിനുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ചില കുട്ടികൾക്ക് ഡോക്ടറാകാൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടാകും. വളരെ ഉയർന്ന മാർക്കുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കും. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം എൻജിനീയറിംഗ് മേഖലയോടായിരിക്കും താല്പര്യം. പിന്നെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. ചിലർക്ക് അധ്യാപനമാണ്. അങ്ങനെ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക ചിന്താഗതിയും ഇല്ല. അതിന് കാരണവും അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. +2-ന് ശേഷം പഠനം നടക്കുമെന്ന് പോലും എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് നല്ലവനായ ഒരു മനുഷ്യൻ എന്നെ 3 വർഷത്തേക്ക് പഠിപ്പിക്കുന്നതിനുള്ള ചെലവ് വഹിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കിൾ ഒരു കാര്യം ചെയ്താൽ മതി. എനിക്ക് ഏറ്റവും ഉചിതമായത് അങ്കിൾ തന്നെ കണ്ടുപിടിച്ചു പറഞ്ഞാൽ മതി. അതൊരു കാരണവശാലും ശരിയാവുന്നതല്ല. നിലവിലെ സാഹചര്യങ്ങളും ജോലി സാധ്യതകളെപ്പറ്റിയുമെല്ലാം വിശദമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് അവർ തന്നെ ആയിരിക്കണം. അതാണ് കുര്യാക്കോസിൻ്റെ പോളിസി. ഇവിടെയായിട്ട് അതിലൊരു മാറ്റം വരുത്താൻ അയാൾ തയ്യാറുമല്ല. ഞാനൊരു കാര്യം ചെയ്യാം കൊച്ചേട്ടാ. വിവിധ കോഴ്സുകളുടെ ജോലി സാധ്യതയും അതിൽ നിന്നുള്ള വരുമാന സാധ്യതയുമെല്ലാം വിശദമായി ഞാൻ കിച്ചുവിന് പറഞ്ഞു കൊടുക്കാം. പഠിക്കാൻ വേണ്ടി വരുന്ന ചെലവും പഠന സാധ്യതകളും പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം അവൻ്റെ കൂടി താല്പര്യത്തിന് നമുക്കൊരു കോഴ്സ് തീരുമാനിക്കാം. ചേട്ടൻ എന്തു പറയുന്നു? അച്ഛൻ അടുത്ത മുറിയിലിരുന്ന് കൈകൊണ്ട് എന്തോ അടയാളം കാട്ടി. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് വിവിധ കോഴ്സുകളെക്കുറിച്ചും അവയുടെ ജോലി സാധ്യതയെക്കുറിച്ചും പ്രൊമോഷൻ പോലുള്ള മറ്റു ഗുണങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായി കിച്ചുവിനൊരു ക്ലാസ് എടുത്തു. അപ്പോഴും അവന് വ്യക്തമായ ഒരാശയം രൂപീകരിക്കാൻ മനസ്സിൽ തോന്നിയില്ല. അത്രയും സമയം സംസാരിച്ചതുകൊണ്ട് കുര്യാക്കോസിനൊരു കാര്യം പിടികിട്ടി. അവനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ താല്പര്യമാണ്. അതിനു മുൻപ് 2-3 വർഷങ്ങളിൽ പള്ളിയിലെ പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിലും അവന് അവൻ്റേതായ അഭിപ്രായമുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ശോഭിക്കുമെന്ന് കുര്യാക്കോസ് അച്ഛനോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും അവൻ സ്വന്തമായൊരു തീരുമാനമെടുത്തില്ല. പകരം അവരുടെ എല്ലാം നിർബന്ധം അതാണെങ്കിൽ അതുതന്നെ ആകാം എന്ന് തീരുമാനിച്ചു. പക്ഷേ എല്ലാ തീരുമാനങ്ങളും അന്തിമമായി വക്കച്ചൻ ചേട്ടൻ്റെ അനുമതിക്കനുസരിച്ച് മാത്രമേ നടക്കൂ. കുര്യാക്കോസിൻ്റെ നിർബന്ധപ്രകാരം അന്ന് തന്നെ കോൺവെൻറ്റിൽ നിന്നും അനുവിനെയും സ്നേഹയെയും കൂടി പള്ളിയിലേക്ക് വിളിപ്പിച്ചു. മദറിൻ്റെ ഒപ്പമാണ് രണ്ടുപേരും പള്ളിമുറിയിലേക്ക് വന്നത്. വിളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരുടെയും മുഖങ്ങളിൽ അല്പം ടെൻഷൻ കാണാനുണ്ടായിരുന്നു. 3 പേരെയും ഒരുമിച്ചിരുത്തി കുര്യാക്കോസ് സാധാരണ പോലെ തന്നെ എല്ലാ കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന സാധ്യതകളെപ്പറ്റിയും എല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു. കിച്ചുവിന് നേരത്തെ പറഞ്ഞുകൊടുത്ത കാര്യം ഒരിക്കൽ കൂടി അവരോടൊപ്പം ഇരുന്ന് കേൾക്കാൻ കഴിഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അവർ തന്നെ തീരുമാനമെടുക്കണമല്ലോ. അതിനുവേണ്ടി അവർ 3 പേരെയും തനിയെ വിട്ടിട്ട് കുര്യാക്കോസും മദറും ഒക്കെ അവിടെ നിന്നും അല്പം മാറി. അവർ 3 പേരും ആലോചിച്ചു. അനു പറഞ്ഞു, അങ്കിൾ പറഞ്ഞത് കേട്ടിടത്തോളം നമുക്ക് പരിശ്രമിച്ച് പ്രവേശന പരീക്ഷ എഴുതിയാൽ ചിലപ്പോൾ എൻജിനീയറിംഗ് കോഴ്സിന് അഡ്മിഷൻ കിട്ടിയേക്കും.
അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് വളരെ മെച്ചമാണ് എന്നാണല്ലോ അങ്കിളിൻ്റെ അഭിപ്രായം. നമുക്ക് സ്വന്തമായി ലക്ഷ്യമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ പറയുന്നത് അനുസരിക്കുന്നതല്ലേ ബുദ്ധി? കാര്യം ഇതൊക്കെ പറയും. നമ്മൾ പ്രവേശന പരീക്ഷയും ജയിച്ചു ചെല്ലുമ്പോഴേക്കും നമ്മൾ ഈ 4 വർഷ കോഴ്സ് പഠിപ്പിക്കാൻ പണം ചെലവാക്കാൻ കഴിയില്ലെന്നെങ്ങാനും അവർ പറഞ്ഞാലോ? ഇത്രയും കാലം പഠിക്കുന്നത് വെറുതെ ആവും. മാത്രവുമല്ല, പ്രവേശന പരീക്ഷയ്ക്ക് എവിടെ പഠിക്കും എന്നതും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഞാനറിയുന്ന 1-2 കുട്ടികൾ കഴിഞ്ഞ വർഷം എഴുതിയിട്ട് കിട്ടാഞ്ഞിട്ട് വീണ്ടും 1 വർഷം മുഴുവൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമുക്കെന്താ സ്നേഹേ കുഴപ്പം? നമ്മൾ നന്നായി എഴുതിയാൽ നമുക്ക് കിട്ടും. അവരാണ് നന്നായി എഴുതുന്നതെങ്കിൽ അവർക്ക് കിട്ടും. നമുക്കിപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ വെറുതെ പരിശ്രമിച്ചു നോക്കുന്നു. കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കോഴ്സിന് കൊടുത്തു പഠിക്കുന്നു. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ സാരമില്ല. നമുക്ക് പോയി തീരുമാനം അച്ഛനെയും മദറിനെയും അറിയിക്കാം. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അങ്കിൾ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു തീരുമാനത്തിലും എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമൊന്നും പറയാത്തത്. എൻ്റെ കൂടി നിർബന്ധമാണ് നിങ്ങൾ 2 പേരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും നിങ്ങളോട് സംസാരിച്ചതും. ഒരു ഗുണമുണ്ടാവുകയാണെങ്കിൽ അതെനിക്ക് മാത്രമായി ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. അതല്ലേ നല്ലത്? അങ്കിൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ കിച്ചുവിന് എൻട്രൻസ് എഴുതാൻ തോന്നിയിരുന്നു. അക്കച്ചൻ ചേട്ടൻ്റെ അഭിപ്രായം ചോദിക്കണമെന്ന് മാത്രം. ആ കാര്യം അച്ഛൻ ചോദിച്ച് സമ്മതിപ്പിച്ചേക്കാം എന്ന് സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റിയും വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവർ 3 പേരും എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ കുര്യാക്കോസ് അങ്കിളിൻ്റെ സ്ഥാപനത്തിൽ അടുത്ത ആഴ്ച മുതൽ പോകാനുള്ള തീരുമാനത്തിലാണ് അവിടെ നിന്നും എഴുന്നേറ്റത്. എന്നാലും അവരുടെ മാത്രം തീരുമാനത്തിൽ അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും, സാധാരണ സമയത്ത് തന്നെ.